ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫെങ്ഷി ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണേണ്ട ആളുകൾ എന്ന് പറയുന്നത് 2025 ഡെലിവറി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ്, അതല്ലെങ്കിൽ ഇപ്പൊ 2025 കൺസീവ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നവദമ്പതികൾ, അതല്ലെങ്കിൽ വിവാഹം എല്ലാം കഴിഞ്ഞു, മെഡിക്കലി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കുറേ നാളുകളായിട്ടും ശ്രമിച്ചിട്ട് കുട്ടികളായിട്ടില്ലാത്ത ദമ്പതികൾ, ഇങ്ങനെയുള്ളവർക്കാണ് ശരിക്കും ഈ വീഡിയോ വരുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. ആക്ച്വലി ഈ ഒരു വർഷവുമായിട്ട് ഇത് വളരെയധികം കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആനുവൽ അപ്ഡേഷന് വേണ്ടിയിട്ട് ഓരോ സെക്ടറിലും ഉള്ള ഫെങ്ഷി അപ്ഡേഷന്റെ ഭാഗമായിട്ടുള്ള പഠനം നടക്കുന്ന സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യാൻ എനിക്കിന്ന് പ്രചോദനമായിട്ടുള്ളത്. കാരണം ഈ വർഷം സ്റ്റാർ 8 സൗത്ത് വെസ്റ്റ് സെക്ടറിൽ വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സൗത്ത് വെസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിന്റെ സെക്ടറും അമ്മമാരുടെ സെക്ടറും, 8 എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറിന്റെ ഒരു ട്രേറ്റ് എന്താന്ന് വെച്ചാൽ ഹാപ്പി ഒക്കേഷൻസ്, സന്തോഷങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, വിവാഹങ്ങൾ നടക്കുന്ന ഒരവസ്ഥ, കുട്ടികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഇതിലേക്കാണ് ശരിക്കും സ്റ്റാർ 8 സൂചിപ്പിക്കുന്നത്. ഹാപ്പി ഒക്കേഷൻസ് എന്ന് നമുക്ക് പറയാം. അതേപടി തന്നെ വെസ്റ്റ് സെക്ടറിൽ, അതായത് കുട്ടികൾ എന്നുള്ള ഒരു സെക്ടറിൽ വെസ്റ്റിൽ വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർ 4 ആണ്. അപ്പൊ ഈ സ്റ്റാർ 4ഉം ശരിക്കും പറഞ്ഞ റൊമാൻസ് ലക്കും ഡെവലപ്മെന്റും ഒക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു പോസിറ്റീവ് ട്രേറ്റ് ഉള്ള, കുറച്ച് ഇൽനെസ് കൊണ്ടുവരുന്ന ഒരു സ്റ്റാർ ആണ് 4. അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 2025 കൺസീവ് ആവുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടാനും പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ആളുകൾക്ക് ശരിക്കും കുട്ടികൾ ഉണ്ടാവാനുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതേപടി തന്നെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് എന്നെ ഈ വീഡിയോ ചെയ്യിക്കാനായിട്ട് ശരിക്കും ഒന്ന് പ്രചോദിപ്പിച്ചത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മളെ നോർത്ത് ഈസ്റ്റ് സെക്ടറിനെ നോക്കിയപ്പോൾ അവിടെ വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർ 5 ആണ്. ഇപ്പൊ സ്റ്റാർ 5 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡിസാസ്റ്റർ സ്റ്റാർ ആണ്. കുറച്ച് അപകടങ്ങൾ തരിക, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൽനെസ്സുകൾ കൊണ്ടുവരിക, വെൽത്ത് ലോസ് ഉണ്ടാക്കുക, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്റ്റാർ ആണ് ശരിക്കും സ്റ്റാർ 5. ഈ നോർത്ത് ഈസ്റ്റും പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ ആയിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ കണക്റ്റഡ് ആണ് താനും. അതേപടി തന്നെ വരുന്ന നമ്മുടെ സെന്റർ ഓഫ് ദ ഹോം, അല്ലെങ്കിൽ സെന്റർ പോർഷനിൽ വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർ 2 ആണ്. അപ്പൊ ഈ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൽനെസ്സുകൾ, അതും സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുവാനും എപ്പോഴും ഹോസ്പിറ്റലൈസേഷൻസിലേക്ക് ലീഡ് ചെയ്യിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ് സ്റ്റാർ 2 എന്ന് പറയുന്നത്. പക്ഷെ 9th പീരീഡിലേക്ക് കടന്നപ്പോൾ സ്റ്റാർ 2 ഒരു ചെറിയൊരു പോസിറ്റീവ് ട്രേറ്റ് വന്നിട്ടുള്ളത്, നമുക്ക് പ്രോപ്പർട്ടികളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർ 2 പറ്റും. പക്ഷേ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ചെറിയൊരു നെഗറ്റീവ് ട്രേറ്റും കൂടെ ഈ സ്റ്റാർ 2 ഉണ്ട്. അതാണ് ശരിക്കും അബോർഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ്, അതല്ലെങ്കിൽ മിസ്കാരേജസിന്റെ ചാൻസസ്, പ്രഗ്നൻസി ഡ്രോപ്പിന്റെ ചാൻസസും വളരെയധികം കൂടുതലാക്കുന്ന ഒരു സ്റ്റാർ ആണ് ശരിക്കും സ്റ്റാർ 2 എന്ന് പറയുന്നത്. അതായത് നമ്മളങ്ങനെ ആകെത്തുക നോക്കുമ്പോൾ ഒരു സൈഡിൽ പ്രഗ്നൻസികളുടെയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്, കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതിൻ്റെ അവസ്ഥ ഉള്ള സമയത്ത് തന്നെ അതേപടി ആ ഒരു പ്രഗ്നൻസി പ്രൊട്ടക്ഷന് നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വർഷം കൂടിയാണ് 2025 എന്ന് പറയാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോണത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിലും എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമുക്ക് ആദ്യം പറയാം. നിങ്ങൾ കൺസീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ ക്യാരിയിങ് ആണെങ്കിൽ, ഡെലിവറി എക്സ്പെക്ട് ചെയ്തൊരു അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ബെഡ്റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ല എയർ പാസിംഗ് ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ പരമാവധി ലോഡ് കുറയ്ക്കുക ഈ നമ്മുടെ ബെഡ്റൂമിൻ്റെ. അതായത് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ക്ലട്ടർ റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊട്ടിയത്, ഓർഗനൈസ്ഡ് അല്ലാത്തത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പരമാവധി. അതുപോലെ ചില ആളുകൾ കണ്ടിട്ടുണ്ട് കുറേ ബോക്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ബെഡ്റൂമിൽ ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാം ഒഴിവാക്കി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബെഡ്റൂമിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഫ്രഷ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും കേർട്ടൻസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം കുറച്ച് ഗ്രീൻ കളറിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി ക്യാരിയിങ് ആണെങ്കിൽ ഗ്രീൻ കളർ ഡ്രസ്സുകൾക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റിയുടെയും അതല്ലെങ്കിൽ ഗ്രോത്തിൻ്റെയും ഒക്കെ കളറാണ് ശരിക്കും ഗ്രീൻ വരുന്നത്. അപ്പോൾ ഗ്രീൻ, പിങ്ക്, ഈ കളേഴ്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. അതേപടി തന്നെ ഗ്രീൻ ക്രിസ്റ്റൽസിന്റെ ബ്രേസ്ലെറ്റ്സ് നിങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ഇടത് കയ്യിൽ ധരിക്കാനാണ് കൂടുതൽ സ്ത്രീകൾക്ക് നല്ലതായിട്ട് വരാം. അപ്പോൾ ജെയ്ഡിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീൻ ഒനിക്സിൻ്റെയോ എനി ഗ്രീൻ ബീഡ്സിൻ്റെ ആണെങ്കിലും നിങ്ങൾ അതിൻ്റെതായ ഒരു ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കിയിട്ട്
നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേപടി തന്നെ നമുക്ക് ബെഡ്റൂമിൽ വയ്ക്കാവുന്ന സ്റ്റാച്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസീവിംഗ് ആയിട്ടൊരു അവസ്ഥയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രങ്ക് താഴേക്കുള്ള, അതായത് തുമ്പിക്കൈ താഴേക്ക് വെച്ചിട്ടുള്ള ആനയുടെ സ്റ്റാച്യു നമ്മുടെ വെസ്റ്റ് സെക്ടറിൽ ബെഡ്റൂമിൽ വെക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആണ്. വെസ്റ്റിൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ എവിടെയെങ്കിലും അതൊന്ന് പ്ലേസ് ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു സ്റ്റാച്യു ആണ് ലോഫിംഗ് ബുദ്ധ വിത്ത് കിഡ്സ്, അതായത് കുറേ കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുന്ന ഒരു ലോഫിംഗ് ബുദ്ധ ഇമേജ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബെഡ്റൂമിന്റെ വെസ്റ്റ് വാളിൽ വെക്കുന്നതും വളരെയധികം സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ക്വാനിയൻ എന്ന് പറഞ്ഞ ഒരു ദേവതയുടെ ഒരു ഇമേജ്, ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന ഒരു ഫീമെയിൽ ഗോഡസ്, ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു നമുക്ക് ബെഡ്റൂമിൽ വെക്കുന്നതായിട്ട് വളരെയധികം സപ്പോർട്ടിങ് ആണ്. അഗെയിൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ഹെഡ് ഭാഗം, അതായത് ബെഡിന്റെ തലഭാഗം ടോയ്ലറ്റ് വാളിലേക്ക് പോവാണ്ടിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇൻ കേസ് വേറെ ഓപ്ഷനൊന്നും ഇല്ല, ടോയ്ലറ്റ് വാളിലേക്ക് എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പരമാവധി ആ ടോയ്ലറ്റിന്റെ വാളും അതുപോലെ നമ്മുടെ ബെഡും തമ്മിൽ ഒരു ചെറിയൊരു സെപ്പറേഷൻ, ഒരു വുഡൻ ബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാർഡ്ബോർഡ് കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും. അതേപടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഇനിയും ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബീം ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ ബീം ഉള്ള ഒരു ബെഡ്റൂമിന്റെ താഴെ അല്ലെങ്കിൽ ബെഡ്റൂമിൽ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അഥവാ ബീം ഉണ്ടെങ്കിൽ അതിന് റെമഡി ഉണ്ട്. ഫംഗ്ഷനിൽ നമുക്ക് ബാംബു ഫ്ലൂട്ട് വെച്ചിട്ടുള്ള റെമഡി ഉണ്ട്. ഞാൻ പിക്ചർ ഷെയർ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ ആ ഒരു ബീമിന്റെ ആ ഒരു റെമഡി കൂടെ ചെയ്തിട്ട് വേണം അതിന്റെ താഴെയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് അത് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അതേപടി തന്നെ ഒരു കാരണവശാലും മിററിന്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മുടെ ബെഡ് കാണുന്നൊരു അവസ്ഥ, അതായത് ബെഡ്റൂമിൽ ആക്ച്വലി മിറേഴ്സ് അലൗഡ് അല്ല. ഇൻ കേസ് മിറേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മിററിൽ നമ്മുടെ ബെഡ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതും തീരെ നിർവാഹം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കിടക്കുന്ന സമയത്തെങ്കിലും ആ മിററിനെ നമ്മളൊന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപടി തന്നെ ഈ ടിവിയും ശരിക്കും മിറർ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതേപടി തന്നെ കിടക്കുന്ന സമയമൊക്കെ ആ ടി വി കവർ ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സ്റ്റാച്യൂസ്, പിക്ചേഴ്സ്, അതേപോലെ പുതിയ ന്യൂ ബോൺ ബേബീസിന്റെ പിക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് ബെഡ്റൂമിൽ പ്ലേസ് ചെയ്യുന്നത് ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതേപടി തന്നെ പൊമോഗ്രാനൈറ്റ്, തുറന്നു വെച്ചിട്ടുള്ള പൊമോഗ്രാനൈറ്റിന്റെ പിക്ചേഴ്സ് വെക്കുന്നത് നമുക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്, പ്രഗ്നൻസി ആവുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപടി തന്നെ നമ്മൾ കിടക്കുന്ന ഭാഗം ജനലിലേക്കാണ് പോകുന്നതെങ്കിൽ, വിൻഡോയിലേക്കാണ് പോകുന്നതെങ്കിലും അതും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും വേറെ നിർവാഹമില്ലെങ്കിൽ ആ ജനലിന് ഒരു നല്ല തിക്ക് കർട്ടൻ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു മൗണ്ടൻ പിക്ചർ, ഒരു മൗണ്ടൻ ഇമേജ് കൊടുക്കുന്നത് നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കിടക്കുന്നത് എപ്പോഴും ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ ലവ് ആൻഡ് റിലേഷൻഷിപ്പിന്റെ സെക്ടറിലേക്ക്, അതായത് കോ നമ്പർ നോക്കിയിട്ട് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് സെക്ടറിലേക്ക് തലവെച്ച് കിടക്കുന്നതിനായിട്ടും ശ്രദ്ധ കൊടുക്കാം. ഈ കാര്യങ്ങളാണ് ശരിക്കും ഈ വർഷത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ആദ്യം പറഞ്ഞത് നമ്മൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്റ്റാർ 5-നെയും സ്റ്റാർ 2-നെയും നമ്മൾ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ആണെങ്കിൽ മാറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതായത് നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം പരമാവധി ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക, എസ്പെഷ്യലി പ്രഗ്നന്റ് വുമൺ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ നിർവാഹമില്ലെങ്കിൽ ഒരു 5 എലമെന്റ് പഗോഡ എന്നൊരു സ്റ്റാച്യു ഉണ്ട്, അത് വെച്ചിട്ട് ആ ഒരു സ്റ്റാർ 5-നെ ഒന്ന് സപ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ അതുപോലെ തന്നെ സെന്റർ ഓഫ് ദ ഹോമിൽ ഒരു വുലു നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും, ആ ഒരു ഇൽനസ് ട്രേറ്റിനെ ഒന്ന് കുറയ്ക്കുന്നതിനായിട്ട്. അതേപടി എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മുടെ അഷ്ടഗന്ധമോ കുന്തിരിക്കുമോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വീട്ടിനകത്ത് പുകയ്ക്കുന്നതിനായിട്ടും ശ്രമിക്കുക. നമ്മൾ ബെഡിന്റെ തലഭാഗം, അതായത് തല വയ്ക്കുന്ന ഭാഗം ഈ പ്രഗ്നൻസി പീരീഡിൽ പലപ്പോഴായിട്ട് മാറുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരേ സ്ഥലത്തേക്ക് തല വെച്ച് കിടക്കാനായിട്ട് ശ്രദ്ധ കൊടുക്കുക. അതേപടി തന്നെ ഈ ഇൽനസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 2025 അതിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ആ സ്റ്റാർ 2 സെന്ററിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും തീർച്ചയായിട്ടും എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് അസുഖങ്ങൾ കൂടുതലായിട്ട് കാണാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉരു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപടി തന്നെ നമുക്ക് വയ്ക്കാവുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് ആണ് മെഡിസിൻ ബുദ്ധ ഇമേജ്. അപ്പൊ നമ്മുടെ ലിവിംഗ് റൂമിന്റെ ഈസ്റ്റ് വാളിലായിട്ട് ഒരു മെഡിസിൻ ബുദ്ധ കൂടെ വെക്കുന്നത് നമുക്ക് വളരെയധികം സപ്പോർട്ടിങ് ആയിരിക്കും. അപ്പോൾ ഇത് ആരും പാനിക് ആവാനൊന്നും അല്ല, നമുക്ക് നല്ല ശ്രദ്ധ കൊടുക്കാനാണ്. തീർച്ചയായിട്ടും ഓസ്പിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പൊ നല്ലതിലേക്ക് വരട്ടെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. വിഷ് യു എവരിവൺ എ വെരി ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. എല്ലാവർക്കും ഒരുപാട് നല്ല സംഭവിക്കട്ടെ. 2025 സൂപ്പറാണ്. ആൻഡ് ഈ വീഡിയോ ഉപകരിക്കും എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. അതേപടി തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റ്സും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.